ഹായ്, ഇന്ന് ഞാൻ നിൽക്കുന്നത് വീണ്ടും എൻ്റെ പറമ്പിലാണ്. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട്ടിൻ്റെ ബാക്കിലുള്ള പറമ്പിൽ. അപ്പം മമ്മി ഇപ്പം നീ വെറുതെ ഇരിക്കുകയാണെങ്കിൽ 2 തേങ്ങ പൊതിച്ചേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 തേങ്ങ പൊതിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പുറത്തേക്ക് കടന്നതാണ്. അപ്പം ഇങ്ങനെ ഓരോന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഹായ് അത് എൻ്റെ പറമ്പിലത്തെ വിശേഷങ്ങൾ എല്ലാവരോടും പറഞ്ഞാലോ എന്ന്. അപ്പോൾ അതാണ് ഈ വ്ളോഗിൻ്റെ ഉദ്ദേശം. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ മരമാണ് സിന്നമൺ, കറുവാപ്പട്ടയുടെ മരമാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ മമ്മി ഇങ്ങനെ തന്നു വിടാറുണ്ട്. അപ്പോൾ ഈ മരത്തിൽ നിന്ന് ഞാൻ ഇതുവരെ എടുക്കണതോ ഉണക്കണതോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വീട്ടിലുള്ള സ്ഥിതിക്ക് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ഈ മരത്തിൽ നിന്ന് ഇങ്ങനെ അത് എടുക്കണത് ഉണക്കണതും. അപ്പോൾ ഇവിടെ ഇങ്ങനെ പാച്ചസൊക്കെ കാണാം. ഇതൊക്കെ ഡാഡി ഇതുമെന്ന് എടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ കത്തിയോണ്ട് ഈ ബാർക്കുമെന്ന് ഇങ്ങനെ ഒരു ലെയറായിട്ട് എടുക്കണം. ഞാൻ അതിനുള്ളൊരു ശ്രമത്തിലാണ്. ഫ്രഷ് സിനമൺ, എന്തൊരു ഭയങ്കര ഒരു സ്മെല്ല്. ബെസ്റ്റ് ഫ്രഷ് കറുവാപ്പട്ട. ഇതിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉണക്കിയ ഇതാണ് കറുവാപ്പട്ട. ഞങ്ങളുടെ ഒരു പരിചയക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ ആകെ വൃത്തികേടായിട്ടുള്ള ഇങ്ങനെ എടുത്തപ്പോൾ ശരിക്കും വന്നില്ല. പക്ഷെ ഡാഡി എടുക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ എടുത്തിട്ടുള്ളത് നല്ല ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ശരിക്കും ഒരു ലെയർ പോലെ വരും. അപ്പോൾ അത് ഉണക്കി കഴിയുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ പോലെ ഇങ്ങനെ ചുരുള് പോലെയായിട്ടാണ് ഉണങ്ങി കിട്ടുക. ഇതിപ്പോൾ മമ്മി പൊടിക്കാനോ മസാലയ്ക്ക് എന്തിനോ വേണ്ടി വെയിലത്ത് വെച്ചോടന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. ഈ മരത്തിൻ്റെ ഈ ഇലേനെയാണ് ഇലമംഗലം എന്ന് പറയാം. ചില സ്ഥലത്ത് ഇലവർങ്ങം എന്നും പറയണ കേട്ടു. ഇതാണ് നമ്മൾ ഇറച്ചിക്കറിയിലും ബിരിയാണിയിലൊക്കെ ഇടുന്ന ഇല. പറമ്പിലത്തെ വിശേഷങ്ങളിൽ പെട്ടത് തന്നെയാണ് ഇപ്പം കേൾക്കുന്ന ഡാൻസ് സെറ്റും. കാരണം തൊട്ടപ്പുറത്തൊരു സ്കൂളാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ മതിലിൻ്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു സ്കൂളിൻ്റെ ഒരു സെക്ഷൻ ഇവിടെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മാവുമ്മയൊക്കെ കല്ലെറിയാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഇൻ്റർവെൽ ആകുമ്പോൾ കുറേ പിള്ളേർ മതിൽ ചാടി വരും. എന്നിട്ട് എറിയല അമ്മാമ്മയൊക്കെ ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്ത് അമ്മ ആരുടെ ചോദിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വട്ടാ. അപ്പോൾ ഈ പറമ്പിൻ്റെ ഒരു പാർട്ടാണ് തൊട്ടടുത്തുള്ള സ്കൂള്. പറമ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ പറമ്പൊന്നും അല്ല കേട്ടോ. ഇവിടെ ചെറിയൊരു പറമ്പാണ് ബാക്കിലുള്ളത്. പക്ഷെ ആ ഒരു പറമ്പിനകത്ത് കുറേ ടൈപ്പ് ഓഫ് സാധനങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മമ്മി, ഡാഡി, അമ്മാമ്മ എല്ലാവരുടെയും എഫേർട്ട് ഉണ്ട്. ഇവിടുത്തെ കുറേ ഓരോ പ്ലാന്റിനും പറയാൻ ഓരോ കഥകളുണ്ടെന്ന് പറയണ പോലെ എല്ലാവരുടെയും എഫേർട്ട് ഉണ്ട് ഈ പറമ്പിലത്തെ ഓരോ പ്ലാന്റ്സിൻ്റെയും പുറകിൽ. ഇതാണ് ലൂബിക്ക. ഇവിടെയൊക്കെ ലൂബിക്ക എന്ന് തന്നെ പറയാം. പക്ഷെ എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സ് തന്നെ പല ഭാഗങ്ങളിലുള്ളവർ ഇതിനെ ലൗലോലിക്ക എന്ന് വിളിക്കുന്നവരുണ്ട്, വേറെയും പല പേരുകളിൽ വിളിക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ തന്നെ ലൂബിക്ക എന്ന് പറയാം. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയുടെയൊക്കെ ഒരു വേർഷനായിട്ട് വരും. പക്ഷെ നല്ല പുളിയുള്ള ഒരു സംഭവമാണ്. ഇവിടെ ആണെങ്കിൽ ഇതുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെ ഇടും, ഉപ്പിലിട്ടിട്ട് തിന്നും. പിന്നെ ഇതുകൊണ്ട് പ്രിസർവ് ഉണ്ടാക്കും, ജാം പോലെ ഷുഗർ ഇതിലിട്ടിട്ട് ജാം പോലെ ഉണ്ടാക്കും. പിന്നെ പിക്കിൾ ഉണ്ടാക്കും. പിന്നെ മമ്മി ഇതിങ്ങനെ പൊളിച്ചിട്ട് അതിലത്തെ കുരു കളഞ്ഞിട്ട് ഉണക്കി വെക്കും. എന്നിട്ട് ഈ കുടംപുളിക്കൊക്കെ പകരം മീൻ കൂട്ടാനിലൊക്കെ ഇടും ഞങ്ങൾ. ഒരു 2 ആഴ്ച മുമ്പ് വരെ ഉണ്ടല്ലോ ഈ മരത്തുമ്പോൾ നിറയായിരുന്നു. നിറച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ കൊല്ല കുത്തി നിറയെ റെഡ് ഇങ്ങനെ കാണാമായിരുന്നു. പക്ഷെ ഇപ്പം ഒക്കെ കൊഴിഞ്ഞ് ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോന്നേ ഉള്ളൂ. ഈ ഉപ്പിലിട്ട ലൂബിക്ക ഉണ്ടല്ലോ,
അതുകൊണ്ട് ചമ്മന്തി ഇങ്ങനെ കുഞ്ഞുള്ളി അരിഞ്ഞിട്ട് പച്ചമുളക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, അത് മതി ചോറുണ്ണാൻ. പിന്നെ അതുപോലത്തെ ഒരു സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൂബിക്ക ഉണക്കിയതാണിത്. നടു പൊളിച്ച് അതിൻ്റെ അടുത്ത് കുരു കളഞ്ഞ് ഉപ്പ് തേച്ചിട്ട് ഉണക്കി എടുത്ത് വെച്ചിട്ടുള്ള മമ്മി. അപ്പോൾ അതിൻ്റെ സീസൺ വരുന്ന സമയത്ത് മമ്മി ഇങ്ങനെ ഉണക്കി എടുത്ത് വയ്ക്കും. അപ്പോൾ ഈ കുടംപുളിക്കൊക്കെ പകരം മീൻ കറിയിലിടും. ഇതും പുളി ഇഷ്ടമുള്ളവർക്ക് നല്ല അടിപൊളിയായിട്ട് തിന്നാൻ പറ്റുന്നൊരു സാധനമാണ്. ഇത് കുരുമുളകിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. കറുത്ത സ്വർണം, നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സാധനം. നിന്റെ മാറ്റിക്കോ, രണ്ടുപേരും ഒരാൾ വെട്ടുമ്പോ അടുത്താൾ വെട്ടാ നിൽക്കണ്ട. കറ വരും. ഇപ്പൊ കണ്ടത് ആത്തച്ചക്കയും സീതപ്പഴം. ഈ ആത്തച്ചക്ക എന്ന് പറഞ്ഞാൽ സീതപ്പഴത്തിന്റെ അതേ ഫാമിലിയാണ്. നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും. ടേസ്റ്റിലും കുറച്ച് സിമിലാരിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സീതപ്പഴം നമ്മൾ കുറേ കടകളിൽ നമുക്ക് വാങ്ങാനൊക്കെ കിട്ടും. പക്ഷെ ആത്തച്ചക്ക ഞാൻ ഒരിക്കലും കടയിലൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. ഇത് പച്ചമുളക്. മമ്മിക്ക് കുറേ ടൈപ്പിലുള്ള പച്ചമുളകിൻ്റെ ചെടി ഉണ്ടായിരുന്നു. വയലറ്റ് മുളക്, വെള്ളമുളക്, ഉണ്ടമുളക്, അങ്ങനെയൊക്കെ പണ്ട് കുറേ ഉണ്ടാവും. ചില സമയത്തൊക്കെ നിറയെ ഉണ്ടായിട്ട് ഇവിടെ ആൻറ്റിമാരുടെ അവിടേക്കും മേമ്മയുടെ അവിടേക്കൊക്കെ കൊടുത്തയക്കലാണ് പരിപാടി. പക്ഷെ ഇപ്പോൾ ഞാനൊരു വ്ളോഗ് എടുക്കാൻ നോക്കിയപ്പോൾ മമ്മിക്ക് ഒരു ചെടി ഇപ്പോൾ മുളകിൻ്റെ ഉള്ളൂ. ഇത് വേപ്പിൻ്റെ വലിയൊരു മരം. വേപ്പിൻ്റെ പല തൈകളും ഇത്രയേതായിട്ടുള്ള പല ഫോമിൽ പല ഭാഗത്തും കാണാം ഈ പറമ്പിൻ്റെ. ഞങ്ങൾ UK-ലായിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ ഇത്തിരി ആദ്യം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കടയിൽ പോയിട്ട് വേപ്പില വാങ്ങി. അപ്പോൾ വേപ്പിലില്ല, എത്ര വരാനാ മാക്സിമം എന്ന് ഓർത്തിട്ട് ഒരു ചെറിയ പാക്കറ്റ് 5 തണ്ടാണ് ഞങ്ങൾ വാങ്ങിയത്. തിരിച്ച് വീട്ടിലെത്തിയിട്ട് ബില്ല് നോക്കുമ്പോഴാണ് മനസ്സിലായ 5 തണ്ടിന് 2 പൗണ്ടാണ് വില. അന്നത്തെ റേറ്റിൽ 200 രൂപ. തെങ്ങ്, മാവ്, പിന്നെ പ്ലാവ്, വാഴ മുതലായതൊക്കെ എല്ലാ പറമ്പുകളിലും കോമൺ ആയിട്ട് കാണുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. പക്ഷെ ഈ മാവിനൊരു പ്രത്യേകതയുണ്ട്. കണ്ട, ഇത്ര ഹൈറ്റിൽ പൂവിട്ടിട്ടുള്ള മാവ് കണ്ടിട്ടുണ്ടോ? അല്ല, കുറേ പേര് കണ്ടിട്ടുണ്ടാവും. എന്നാലും മമ്മി ഇപ്പം ഇത് വാങ്ങിയിട്ടുള്ള തൈയാണ്. മമ്മിക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ളൊരു മാവാണ്. ഇപ്പം ഞാൻ ഈ മാന്തി എടുത്ത സാധനമാണ് കൂവ എന്നാണ് മലയാളത്തിൽ പറയുക. ഇംഗ്ലീഷിൽ ആരോ റൂട്ട് എന്ന് പറയും. ഞാനത് ആരോ റൂട്ട് എന്ന് പറയാനുള്ള കാരണം ഇതിന് എന്തുകൊണ്ട് ആരോ റൂട്ട് എന്നുള്ള പേരുണ്ടായത് മമ്മി പറഞ്ഞു തരുമായിരുന്നു. എന്നുവെച്ചാൽ ഇതിൻ്റെ റൂട്ട് ഇങ്ങനെ ആരോ പോലെ താഴേക്ക് പോകും. ഇതൊക്കെ ചെറുതാണ് ആക്ച്വലി. ശരിക്കും നല്ല വലുതുകൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പോകും. കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ മണ്ണിലോട്ട് ഇങ്ങനെ കൂർത്ത് ആരോ പോലെ പോകും. അപ്പോൾ ഈ കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ന്യൂട്രീഷനേക്കാൾ മെഡിസിൻ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കും. ഈ വയറിന് അസുഖമൊക്കെ വരുമ്പോൾ കഴിക്കും കൂവപ്പൊടി. അപ്പോൾ കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ വിചാരത്തിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന പൊടിയാണെന്നാണ്. പക്ഷേ കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ കൂവ 100 എടുക്കുക. 100 വെച്ചാൽ ഇത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി മിക്സിയിൽ അരച്ച് അതിൻ്റെ ചാറ് എടുത്തിട്ട് ആ ചാറ് ഇങ്ങനെ കുറേ നേരം വെക്കുമ്പോൾ അതിങ്ങനെ സെറ്റിൽ ചെയ്യും. അതിൻ്റെ 100 ഇങ്ങനെ അടിയും. അപ്പോൾ ആ തെളിവെള്ളം കളഞ്ഞിട്ട് ആ 100 ഉണക്കിയെടുക്കുന്നതാണ് കൂവപ്പൊടി. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇവിടെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് സമ്മറാവുമ്പോൾ ഇങ്ങനെ തണുപ്പ് കിട്ടാൻ, ശരീരത്തിന് തണുപ്പ് കിട്ടാൻ നല്ലതാണ്. അപ്പോൾ സമ്മർ വെക്കേഷൻ ആകുമ്പോൾ ഞങ്ങൾക്ക് എന്നും രാവിലെ കൂവ കുറുക്കിയത് കഴിക്കാൻ തരും. ഈ ആരോ റൂട്ട് ബിസ്ക്കറ്റ് കുട്ടികൾക്ക് നല്ലതെന്ന് പറയും. അത് ബിക്കോസ് അതിൽ ഈ ആരോ റൂട്ട് പൗഡർ ഉണ്ടാവും എന്നുള്ള അസംഷനാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ബിസ്ക്കറ്റിലും ശരിക്കുള്ള ആരോ റൂട്ട് പൗഡർ ഇല്ല. എന്നിട്ട് ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുന്നു, ആരെങ്ങോട്ട് കേസ് കൊടുത്തു, നിങ്ങൾ ബിസ്ക്കറ്റിൻ്റെ പേര് ആരോ റൂട്ട് എന്ന് വെച്ചിട്ട് അതിനകത്ത് ആരോ റൂട്ട് കണ്ടന്റ് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബിസ്ക്കറ്റ് കമ്പനിക്കാർ തിരിച്ച് ആ കേസ് ജയിച്ചത് ഞങ്ങളതിൻ്റെ പേര് ഞങ്ങളങ്ങനെ ഇട്ടത്, ഞങ്ങളതിൻ്റെ ഉള്ളിൽ അത് ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. ഇത് സപ്പോട്ട. ഇതൊന്നും എൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ മമ്മി ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. മമ്മിക്ക് ഇങ്ങനെ പല വെറൈറ്റികൾ കൊണ്ട് വയ്ക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പോൾ വെച്ചിട്ടുണ്ട്.
അത് കുറച്ച് കാലത്തിനുള്ളിൽ അതൊക്കെ ഫലം തരുമായിരിക്കും. ഇതൊക്കെ കപ്പയുടെ കൊള്ളിയുടെ ചെടികളാണ്. അപ്പം ഞാനിങ്ങനെ ഇത് കാണിക്കാന്ന് പറഞ്ഞപ്പോൾ അനു എൻ്റെ അടുത്ത് പറയായിരുന്നു, ഒന്ന് വലിച്ചിട്ട് കപ്പ കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു അതൊന്നും ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ വലിച്ച് അതിൻ്റെ ഇടയിലത്തെ കപ്പ കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ ഇതാണ് കപ്പയുടെ ചെടി. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ഇരുമ്പമ്പുളി അത്രയും പഴക്കമുള്ളൊരു മരമാണ്. ഇപ്പോഴാണ് ഇത് വെട്ടിയത്. ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ കുറേ ഇരുമ്പമ്പുളി പൊട്ടിച്ച് തിന്നിട്ടുമുണ്ട്. ഇതുപോലെ ലൂബിക്കൊക്കെ ഉപ്പിലിടണ പോലെ ഇരുമ്പമ്പുളി ഉപ്പിലിട്ടതും അതിൻ്റെ ചമ്മന്തിയും ഒക്കെ കൂട്ടിയിട്ടുണ്ട്. ഇതാണ് ചേമ്പില. ഇങ്ങനെ വെള്ളം ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഓടി നടക്കണ ചേമ്പില. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ ചെയ്യാറുള്ളത് അതിൻ്റെ ചേമ്പും തണ്ട് ഞങ്ങൾ സാമ്പാറിൽ ഇടാറുണ്ട്. പിന്നെ ചേമ്പുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്. വലിയ പപ്പായമരം നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതുമേയാണ് ഫുൾ പപ്പക്കായ ഉള്ളത്. പക്ഷേ ഇത് മമ്മി ഇപ്പം വെച്ച് പിടിപ്പിച്ചേക്കണം. അതുകൊണ്ട് ഒരു കുഞ്ഞു പപ്പായയുടെ മരം. ഈ മരം എന്ന് പറഞ്ഞാൽ ബബ്ലൂസ് നാരങ്ങ എന്നാണ് ഇവിടെ പറയാ. ഇത്രയുള്ള ഒരു നാരങ്ങ നമ്മുടെ ഓറഞ്ചിൻ്റെ ഒക്കെ പോലെ ഇരിക്കും. തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലികളായിട്ട്. അത് തന്നെ 2 കളർ ഉണ്ടായിരുന്നു ഇവിടെ, റെഡ് ബബ്ലൂസ് നാരങ്ങയും വൈറ്റ് ബബ്ലൂസ് നാരങ്ങ. വൈറ്റ് അപ്പുറത്തൊരു വലിയ മരമായിരുന്നു, പക്ഷെ അത് പിന്നെ വെട്ടിക്കളഞ്ഞു. ഇപ്പം ഇതാണുള്ളത് റെഡ്. അപ്പോൾ ഇത്രയും 3 നാരങ്ങ തുറന്നു കഴിയുമ്പോൾ ഇങ്ങനെ അല്ലികൾ. അതിൻ്റെ ഉള്ളിൽ ശരിക്ക് കുഞ്ഞു ഓറഞ്ചിൻ്റെ ഒരു ബിഗ് വേർഷൻ ബബ്ലൂസ് നാരങ്ങ എന്നാണ് ഇവിടെ പറയാം. ഇത് ജാതിയുടെ മരം ഉണ്ടായിട്ടില്ല. മമ്മി ഒരു 3-4 എണ്ണം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ സൈഡിലായിട്ട്. അപ്പം മമ്മി പറഞ്ഞു ജാതിക്കയുടെ മരമൊക്കെ ഭയങ്കര കോമൺ അല്ലേ എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് അത്ര കോമൺ ആയി തോന്നാത്തത് കൊണ്ട് ഇതാണ് ഉണ്ടായിട്ടില്ല. പക്ഷെ പൈനാപ്പിൾ അഥവാ കൈതച്ചക്ക. ഇത് തുളസി. ഈ തുളസിയും പനിക്കൂർക്കയും എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നും എല്ലാ വീടുകളിലും ബേസിക്കായിട്ട് ഉണ്ടാവേണ്ട 2 സാധനങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ ഈ കുട്ടികളൊക്കെ ഉള്ളപ്പോഴേ കോൾഡൊക്കെ വരുമ്പോൾ പനിക്കൂർക്കയുടെ ഇല അല്ലെങ്കിൽ അതിൻ്റെ ചാറ്, പിന്നെ ചുമയുള്ളപ്പോൾ പനിക്കൂർക്കയും ഈ തുളസി തേനൊക്കെ കൂട്ടി കഴിക്കണത് ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ള 2 സാധനങ്ങളാണത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പണ്ടത്തെ തൊഴുത്താണിത്. ഇടിഞ്ഞു പൊളിഞ്ഞു കുറച്ച് ഭാഗങ്ങളും കൂടെ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ആ തൊഴുത്തിൻ്റെ മേലെയാണ് മമ്മി കോവയ്ക്ക പടർത്തിയിട്ടുള്ളത്. അനുവിൻ്റെ ഫേവറേറ്റ് സാധനമാണ് കോവയ്ക്ക. ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം. ഈ മരം ഞാവലിൻ്റെ മരമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാവലിൽ ഫ്രൂട്ട് ഉണ്ടാവുക സമ്മറിലാന്ന് തോന്നുന്നുണ്ട്, വേനൽക്കാലത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ഫ്രൂട്ട്സ് ഒന്നുമില്ല. പക്ഷെ ഞാവലും ഉണ്ട് ഇവിടെ. ഈ ബാക്കിൽ കാണുന്നത് ഒരു പേരയാണ്. പക്ഷേ ഇത് ഭയങ്കര ചെറിയൊരു പേരയാണ്. ഞങ്ങൾക്ക് അപ്പുറത്തെ സൈഡിൽ ഒരു വലിയ പേരയുണ്ടായിരുന്നു. ശരിക്കും നല്ല വലുത്, കുറേ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് ശരിക്കും ചവിട്ടി കയറാൻ പറ്റുന്നത്. അപ്പോൾ ഞാനും ചേച്ചിയൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ബസ്സായിട്ട് കളിക്കും. ഒരാൾ കിളി, ഒരാൾ ഡ്രൈവർ ഓടിക്കുന്നു, നിന്നിങ് അടിക്കുന്നു, പേരക്കായ പൊട്ടിക്കുന്നു. എന്നിട്ട് ബാസ്ക്കറ്റൊക്കെ കൊണ്ട് കയറും. നിറയെ പേരക്കായ ഉണ്ടായിരുന്നു. നല്ല ബെസ്റ്റ് മധുരമുള്ള നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറാവുന്ന പേരക്കകൾ. അപ്പോൾ അത് പൊട്ടിച്ച് അതും ഇരുന്ന് തിന്നും. അതിനൊക്കെ നല്ല ബ്രാഞ്ചുകളായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ കാലൊക്കെ നീട്ടി ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉള്ളൊരു പേര. പക്ഷെ ആ പേര മുറിച്ചു. അപ്പോൾ ഇത് വേറൊരു പേര അവിടെ ഉള്ളത്. ഈ ചെടി ഉണ്ടല്ലോ, ഈ ചെടിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയാൻ. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ പുല്ല് പോലെ ചവറ് പോലെ ഉണ്ടാകുന്ന സാധനമാണ്. പക്ഷേ ഇതുപോലെ ഞങ്ങൾ സ്കൂളിൽ നിന്നിട്ട് ഞാനും ചേച്ചിയൊക്കെ കളിക്കുമ്പോൾ ഈ ഒരു ചെടി എടുത്തിട്ട് എന്തൊട്ട് പറഞ്ഞിരുന്നത് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ ചെയ്തിരുന്നത് ഇങ്ങനെ ഇതായിരിക്കുന്ന ആളുടെ തല ഇങ്ങനെയാണ് ചെയ്യുക, തല കളയുന്ന പരിപാടി. ശരിക്ക് ഇതിനെക്കുറിച്ച് പറയാനൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഭാഗത്തോട്ട് വന്നപ്പോൾ പണ്ടത്തെ ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നു. അപ്പോൾ ഇതിനോട് കണ്ടപ്പോൾ ഭയങ്കര ഒരു സ്നേഹം. ഇത് ബ്രിഞ്ചോള്, ഇത് റംബൂട്ടാൻ്റെ ഒരു തൈയാണ്. ഇത്
ചെറുനാരങ്ങയാണ്. ഇത് പയറിൻ്റെ തൈകളാണ്. ഇത് ആലോവേര അഥവാ കറ്റാർവാഴ. ഇത് ചാമ്പക്കായ. ഇത് മഞ്ഞൾ. ഇത് പച്ചപ്പയർ. മമ്മിക്ക് അങ്ങനെ അടുക്കളയുടെ തൊട്ടപ്പുറത്ത് ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. ലൈക്ക് ഇങ്ങനത്തെ കുറേ കുഞ്ഞു സാധനങ്ങൾ. പിന്നെ വെണ്ടക്കായൊക്കെ ഉണ്ടായിരുന്നു മമ്മിക്ക്, എനിക്ക് നമ്മൾ പോയിന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറേയൊക്കെ ഉണ്ടാവുന്നതും കുറേയൊക്കെ ഉണ്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതുമായ ഒരു കുഞ്ഞ് വെജിറ്റബിൾ ഗാർഡൻ. ഈ ഒരു ചെടി കണ്ട, ഈ ഒരു ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയനീയ അവസ്ഥയിലാണ്. ഇതിന് വേലിപ്പടക്കം എന്നാണ് ഞാൻ വിളിക്കുക. ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ളൊരു ചെടിയാണ്. ഇതുപോലെ ഞാൻ എൻ്റെ ചെറുപ്പത്തിലത്തേക്ക് മെമ്മറീസിൽ ഭയങ്കരമായൊരു സ്ഥാനം വഹിച്ചിട്ടുള്ള ചെടി. അപ്പോൾ ഈ ചെടി തപ്പിയിട്ട് ഈ പറമ്പിലൊക്കെ നിറച്ചുണ്ടായിരുന്ന ചെടിയാണ്. ഇപ്പം ന്യൂ ഇയർ പ്രമാണിച്ചുള്ള ക്ലീനിങ്ങിൽ മൊത്തം ചെടി വെട്ടിക്കളഞ്ഞു. ഇനി ഞാൻ അപ്പുറത്ത് പറമ്പിൽ പോയിട്ട് ഇതിൻ്റെ ഒരു കഷ്ണം സംഘടിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഈ ചെടി എന്ന് പറഞ്ഞാൽ വേലിപ്പടക്കം, ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ പേര് വേലിപ്പടക്കത്തിൻ്റെ ചെടി എന്നാണ് പറയുക. അപ്പോൾ ഇതുമ്പോൾ ഇങ്ങനെ ചെറിയ കായകളുണ്ടാവും. അത് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ പൊട്ടിത്തെറിക്കുമ്പോൾ ആ സീഡ്സ് ഇങ്ങനെ തെറിച്ചിട്ട് വീണ്ടും ചെടികളുണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും അപ്പുറത്ത് കുറച്ച് പൊട്ടിച്ചിട്ട് വേലിപ്പടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. അത് പൊട്ടണത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഈ പറഞ്ഞ വേലിപ്പടക്കം. ഇങ്ങനെ ഭയങ്കര നീണ്ടിട്ടുള്ള ഒരു കായ. ഇനി ഇത് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് ഇത് പൊട്ടിയിട്ട് ഫുൾ സീഡ് ഇങ്ങനെ തെറിക്കും. ഞാൻ ഒരെണ്ണം എൻ്റെ കയ്യിൽ വെച്ച് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ഇത് പ്ലാൻ ചെയ്തെടുത്തൊരു വ്ളോഗൊന്നും ആയിരുന്നില്ല. മമ്മി നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ പൊതിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പുറത്തോട്ട്. അപ്പോൾ ഇങ്ങനെ പറമ്പൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ രസം തോന്നി ഓരോന്നായിട്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം കാണിക്കാൻ ഇൻട്രസ്റ്റായി. അപ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു, ഞാനിവിടെ ഓടി നടന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇതിനൊരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊക്കെ എല്ലാം ഇവിടെ ഉള്ളത്. പക്ഷെ നമ്മൾ കുറച്ച് കാലം നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒന്നും കുറച്ച് കാലം കാണാതാവുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തേനൊക്കെ ഇങ്ങനെ പതുക്കെ വാല്യൂ ചെയ്യാൻ തുടങ്ങുക. ഈ പച്ചപ്പിനെയും ഈ ഒരു പറമ്പിനെയും ഈ ഓടിക്കളിക്കാനുള്ള സ്ഥലത്തിനൊക്കെ വാല്യൂ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ നിന്ന് മാറി നിൽക്കണം. പലപ്പോഴും നമ്മളതിങ്ങനെ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആണ് പല കാര്യങ്ങളും. അപ്പോൾ ഇപ്പോൾ ഐക്കിക്കും കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ അവൻ അത്രയും ഇങ്ങനെ ചോദിച്ചറിയാനുള്ള ഒരു പ്രായമൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ അവനും ഇങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് ഇതെന്താന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വ്ളോഗ് ഒരു മുതൽക്കൂട്ടായിരിക്കും അവന്. അറ്റ്ലീസ്റ്റ് അവന് കാണുമ്പോൾ ഓക്കെ ഇതൊക്കെ അവിടെ ഉണ്ട് അങ്ങനെയൊക്കെ ഒരു തോന്നൽ അവനുണ്ടാവും. അപ്പം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഇവിടെ ഇത്രയും സാധനങ്ങൾ ഈ കുഞ്ഞു പറമ്പിനകത്ത് ഉണ്ടെന്ന് ഞാനും ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. നിങ്ങൾ അതുപോലെ എൻജോയ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. So wishing you all a very super week and all of you stay blessed.